ഇന്നത്തെ മേക്കപ്പ് ഹെയർ ആണ് എന്റെ കൺസേൺ. ഇന്നലത്തെ പോലെ അങ്ങനെ അത്രയും ട്രഡീഷണൽ ആക്കണ്ട, കുറച്ച് മെസ്സി ആയിട്ട്, ഒരുപാട് ഹെയറിന് ഒരുപാട് ലെങ്ത്തും വെക്കണ്ട, നല്ലൊരു കുറച്ച് മെസ്സി പിന്നെ ലെവലിൽ പിന്നിട്ട് കുറച്ച് ഹെയർ പൊക്കണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പിങ്കിഷ്, കാരണം എന്റെ സാരിയുടെ കളർ ബീട്രൂട്ട് പിങ്ക് ആണ്. ഫേസ് മൊത്തത്തിലൊരു പിങ്കിഷ് ഇതായിട്ട്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് മിനുക്ക് വേണ്ട, ഒരു മാറ്റ് ഫിനിഷ് മതി എനിക്ക്. ഇങ്ങനെ ഈ ഹൈ പോയിന്റ്സിൽ മാത്രം കുറച്ചൊരു പിങ്കിഷ് ഹൈലൈറ്റ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം മാറ്റിൽ നിർത്തിയാൽ മതി. പിന്നെ ഇന്നലത്തെ മേക്കപ്പിനെ കുറിച്ചുള്ള എന്റെ പൊന്നെ, ഇന്നലത്തെ മേക്കപ്പ് ഞാൻ വേറെ പറയേണ്ട കാര്യം, എല്ലാവരും പറഞ്ഞു, എല്ലാവരും അങ്ങനെ തിളങ്ങി അങ്ങ് നിൽക്കുകയാണ്. ഇവൻ ഈ വന്ന എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് വന്ന് പറഞ്ഞു കുറെ നല്ല രസമുണ്ട്, മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും വേർക്കുന്നു, ഞാനും വേർക്കുന്നുണ്ട്. പക്ഷെ ബാക്കി മേക്കപ്പ് ചെയ്ത വേറെ ആൾക്കാർ മേക്കപ്പ് ചെയ്ത കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു വന്ന കൂട്ടത്തിൽ. അവരുടെ മേക്കപ്പ് ഒക്കെ മെൽറ്റായി പോയി, മനസ്സിലായോ? മെൽറ്റായി ഇവിടെ മൊത്തം ഇതായി. അപ്പോഴും അവർ എന്റെ മുഖത്തൊരു എനിക്ക് ഞാൻ മേക്കപ്പ് അതുപോലെ പക്ക. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രവീൺ പറയുന്നത്, ഹസ്ബൻഡ് പറയുന്നത്, നീ ആദ്യം ഇട്ടതിനേക്കാളും പിന്നെ കുറച്ചുകൂടി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ഭംഗിക്കത് ഇരിക്കുന്നു. ആദ്യം ഇട്ട് വന്നതിനേക്കാളും ഒരു 1.5 മണിക്കൂർ നല്ല രസമുണ്ടോന്ന് പറഞ്ഞു. മേക്കപ്പ് പറയാനില്ല, ടോപ്പ് നോച്ച്. കാരണം പ്രവീണിൽ നിന്നോ എന്നിട്ട് ഞാൻ പറയുന്നത് എനിക്ക് കൂടെ തുടച്ചു തരും. അപ്പൊ തുടയ്ക്കാൻ വേണ്ടി തുടയ്ക്കാനൊന്നും ഇല്ല, എല്ലാം കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്, മക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞ് മേക്കപ്പ് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഇതിന് മറ്റേ സോങ് ഇട്ടാൽ മതി. ഇത് ശ്രീനിവാസ കല്യാണം, തിരുപ്പതി പെരുമാളിന്റെയും ആണ്ടാളിന്റെയും മാരേജ്. അവരുടെ കല്യാണമാണ്. ഇത് കൺസെപ്റ്റ് മൊത്തം നമ്മള് ഇന്നത്തെ പരിപാടിക്ക് ശ്രീനിവാസ കല്യാണമാണ് വെച്ചിരിക്കുന്നത്, അവരുടെ മാരേജ്. അല്ല അതിനോട് പോകുന്നുണ്ടോ വ്യത്യാസം? ആരുടെ ഐഡിയ ശ്രീനിവാസ കല്യാണം? ശ്രീനിവാസ കല്യാണം മൈ ബ്രദേഴ്സ് ഐഡിയ. കയ്യില് ഫലമില്ല അതൊക്കെ പറയണം. അപ്പൊ ശ്രീനിവാസ കല്യാണം ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ, എന്തൊക്കെയൊക്കെ പറയണം ഇനി ഇവിടെ. ഓക്കെ, നടന്നില്ല ഇതൊക്കെയല്ല എനിക്ക് കയ്യില് ക്യാറാ പാര് എന്താ തീരില്ല. അയ്യോ ഈ വിളയിൽ എന്തുവാ ഇത്? ശ്രീനിവാസ കല്യാണം. ഇത് കണ്ട ശ്രീനിവാസ കല്യാണം. ഇത് കല്യാണം അങ്ങനെയാണ് ഇവള് ചെയ്തത്. പെരുമാളാണ് ശ്രീനിവാസ കല്യാണം. ഇനി വേണോ? മതി മതി. ഇതാരാ പെരുമാള? അല്ല ഇത് രാമനും സീതയും ഹനുമാനും. രാമനും സീതയും ഹനുമാനും ഉണ്ട് അതിനകത്ത്. ഇത് പോരമ്മ എന്റെ പൊന്നെ, രണ്ടമ്മമാരും ഉണ്ട്. അടിപൊളി നല്ലായിരിക്കുന്നു കാണാൻ.
കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ്. അപ്പൊ ഇന്നും ഞാൻ എൻ്റെ ചേച്ചിനെ കണ്ടു. എന്താ പറയാ, ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. രണ്ട് ലുക്കും ഒന്നിനൊന്നിന്റെ മെച്ചം തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ലിറ്ററലി ഫീലിംഗ് ലൈക്ക് എ ഗോഡസ്. രണ്ട് ലുക്കിലും ഒരു എന്താ പറയാ, ഒരു ദേവീനെ കണ്ടതുപോലെ ഒരു ഫീൽ. ആൻഡ് റിയലി ഹാപ്പി. ആൻഡ് എന്താ പറയുക, ഇത്രയും നമ്മൾ കാരണം വിശ്വസിച്ചേൽപ്പിച്ച ശ്രീലത, ശ്രീചിത്ര ടീം എന്താ പറയുക, നമ്മൾ ഹോൾ ഫാമിലി വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ആൻഡ് ബ്രൈഡ് മാത്രമല്ല, ബ്രൈഡിന്റെ അമ്മയും വലിയമ്മയും സെയിം ടീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ഫംഗ്ഷനും ബ്രൈഡിന്റെ അമ്മയും വലിയമ്മയും അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. നോ കംപ്ലൈൻറ്റ്സ്. ഇനിയും വീട്ടിൽ ഓരോ ഫംഗ്ഷനും ശ്രീലത, ശ്രീചിത്ര ടീം തന്നെയായിരിക്കും നമ്മുടെ ഒപ്പം. അമ്മയോടും മോളോടും ഒരുപാട് താങ്ക്സ്. സോ ഹാപ്പി. താങ്ക് യു.